ഈ ഹിയറിംഗ് എയ്ഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓഡിയോഗ്രാം, അതായത് പേഷ്യൻറ്റിൻ്റെ ഹിയറിംഗ് ലോസ് എത്രത്തോളം ആണെന്നുള്ളത് ആദ്യം കൺസിഡർ ചെയ്യണം. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്ക് നമുക്ക് തീരെ ചെറിയ മോഡൽസ് ബെനിഫിഷ്യൽ ആവില്ല. അതേപോലെ തന്നെ പിന്നെ നോക്കേണ്ടത് ഏജിൽ ഇപ്പോൾ കുട്ടികളും പ്രായമായിട്ടുള്ളവർ അതെല്ലാം കൺസിഡർ ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് പിന്നിലുള്ള മോഡൽസാണ് അവർക്ക് സെലക്ട് ചെയ്യുക. പിന്നെ പ്രായമായിട്ടുള്ളവർക്കും തീരെ ചെറിയ മോഡൽസ് ഉപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ പിന്നെ ഹിയറിംഗ് എയ്ഡിൻ്റെ ഫീച്ചേഴ്സ്, അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ബ്ലൂടൂത്ത് ടെക്നോളജി ഉള്ളതും പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതും വാട്ടർ പ്രൂഫായിട്ടുള്ള, ഇപ്പോൾ ചിലവർക്ക് മറവി രോഗമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് അവർ ഷവറിൻ്റെ അടിയിൽ പോയി നിന്നാൽ ഹിയറിംഗ് എയ്ഡ് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. പിന്നെ അവരുടെ കൺവീനിയൻസ്, ഇതെല്ലാമാണ് ഒരു ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്.